16ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള പട്ടിക ഉപയോഗിച്ച് ബാർ ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ നമ്മളുടെ ചിലവുകൾ, ഒരു വീട്ടാവശ്യത്തിൽ വന്ന ചിലവുകളാണ് ഇവിടെ തന്നേക്കണേ. ഭക്ഷണം, വസ്ത്രം, വിനോദം, വിദ്യാഭ്യാസം, വാടക, മറ്റുള്ളവ. ഇത് ഒരു ബാർ ഡയഗ്രമായിട്ട് വരയ്ക്കാനാണ്. അപ്പോൾ ഞാനിവിടെ ബാർ ഡയഗ്രം വരച്ച് കഴിഞ്ഞപ്പോൾ ഓരോന്നിനും ABCDEF എന്ന് പേര് കൊടുത്തു. ഭക്ഷണം A, വസ്ത്രം B, വിനോദം C, വിദ്യാഭ്യാസം D, വാടക E, മറ്റുള്ളവ F. അപ്പോൾ ഇതുപോലെയാണ് ആ ബാർ ഡയഗ്രം നമ്മൾ വരയ്ക്കേണ്ടത്. എയിൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 85. അപ്പോൾ 85 എവിടെ രേഖപ്പെടുത്തണം? 90ക്കും 80ക്കും നടുക്കായിട്ട് വേണം 85 നമ്മൾ വരയ്ക്കാനായിട്ട്. അടുത്തത് വസ്ത്രം 26 ആണ്. അപ്പോൾ 20ക്കും 30ക്കും ഇടയ്ക്കാണ്, പക്ഷേ കറക്റ്റ് മധ്യത്തിലല്ല, ഒരിത്തിരി മുകളിലായിട്ട് വരയ്ക്കണം. അടുത്തത് വിനോദം 20 ആണ്, കറക്റ്റ് 20യുടെ നേരെ വരയ്ക്കുക. വിദ്യാഭ്യാസം 30 ആണ്, കറക്റ്റ് 30യുടെ നേരെ വരയ്ക്കുക. അടുത്തത് വാടക, അത് 50 ആണ്, അതും 50യുടെ നേരെ തന്നെ നമുക്ക് വരയ്ക്കാം. മറ്റുള്ളവ 45 ആണ്, അപ്പോൾ 50യുടെയും 60യുടെയും ഇടയ്ക്കായിട്ട് നമുക്കത് വരയ്ക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിട്ടുള്ള ദത്തം ഉപയോഗിച്ച് ക്ലാസ് ഇൻ്റർവൽ 10 ലഭിക്കത്തക്ക വിധത്തിൽ ആവൃത്തി വിതരണം രൂപീകരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആവൃത്തി വിതരണം രൂപീകരിക്കാൻ ആദ്യം നോക്കേണ്ടത് ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്. ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ 1ഉം ഏറ്റവും വലിയ നമ്പർ 56ഉം ആണ്. അപ്പോൾ നമുക്കറിയാം 56 വരണമെങ്കിൽ ലാസ്റ്റ് 10ആണ് ക്ലാസ് ഇൻ്റർവൽ വേണ്ടത്. അപ്പോൾ 56 വരണമെങ്കിൽ ലാസ്റ്റ് 50, 60 ആയിരിക്കണം ക്ലാസ് ഇൻ്റർവൽ. ഇനി 1ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ 1 വരണമെങ്കിൽ ആദ്യത്തെ ക്ലാസ് ഇൻ്റർവൽ എത്രയായിരിക്കണം? 0 to 10, അതായത് 0, 10, പിന്നെ അടുത്തത് 10, 20, പിന്നെ 20, 30, 30, 40, 40, 50, 50, 60 ഇങ്ങനെ വേണം ക്ലാസ് ഇൻ്റർവെൽ വരാനായിട്ട്. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് രേഖപ്പെടുത്തണത്? നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് 38 ആണ്. 38 ഏതിൽ വരുമെന്ന് നോക്കണം. 38 വരണത് ഏതിലാണ്? 30, 40ലാണ്. അപ്പോൾ 30, 40ൻ്റെ അവിടെ 38 എഴുതുക. അടുത്തത് 49 നോക്കുക. 49 എവിടെ വരണം? 40, 50ൻ്റെ ഇടയ്ക്ക് വരണം. അപ്പോൾ അതവിടെ എഴുതുക. അടുത്തത് 10 നോക്കണം. 10 എവിടെ വരണം? 10, 20ൽ വരണം 10. അങ്ങനെ 24 നോക്കുക. 24 എവിടെ വരണം? 20നും 30നും എടുക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കി നോക്കി ടിക്കിട്ട് അത് ഇതിനകത്ത് എവിടെയാണോ ഏത് ക്ലാസ്സിലാണോ വരേണ്ടതെന്ന് എഴുതി പോകുക. എന്നിട്ട് അതെല്ലാനും ഓരോ ക്ലാസ്സിൻ്റെ നേരെയുള്ളതെല്ലാനും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ് 3, അപ്പോൾ 3 വര വരയ്ക്കണം ടാലി മാർക്ക്. അടുത്ത ക്ലാസ്സിൽ 3 എണ്ണം തന്നെ, അപ്പോൾ 3 വര. അതേപോലെ അടുത്ത ക്ലാസ്സിൽ എത്ര എണ്ണം വരും? 5 എണ്ണം വരും. അപ്പം 4 വര വരച്ചിട്ട് ഒരെണ്ണം ക്രോസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ടാലി മാർക്കിൽ 5ാമത്തെ വരയ്ക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എത്രയാണെന്ന് ഇവിടെ നമ്മൾ ടാലി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ എടുത്ത് ഓരോന്നിൻ്റെ നേരെ അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. ആ ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് 30 കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ ആവർത്തി പട്ടിക ക്ലാസ്സും ആവർത്തി മാത്രമായിട്ട് എടുത്ത് എഴുതണം അതിൽ നിന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ 30 എണ്ണം വേണം ഈ നമ്പർ. ആ 30 തന്നെയായിരിക്കണം നിങ്ങൾക്ക് ഇവിടെ ടോട്ടലായിട്ട് കിട്ടേണ്ടത്.